ഹായ്. അങ്ങനെ ഞാനും എടുത്തൊരു ഫണ്ടഡ് അക്കൗണ്ട്. ഞാൻ എടുത്തത് ഫണ്ടിങ് പിപ്സിലാണ്. ഫണ്ടിങ് പിപ്സിൽ 10Kയുടെ അക്കൗണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. 10Kയുടെ 2 സ്റ്റെപ്പ് ചാലഞ്ചാണ് ഞാൻ എടുത്തത്. ഓൾമോസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഫസ്റ്റ് ഫേസിൽ 8%, സെക്കൻഡ് ഫേസിൽ 5%. പക്ഷേ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ 8 അല്ല, ഞാൻ 10% തന്നെയാണ് വെച്ചത്. ഫസ്റ്റ് ടാർഗറ്റ് 10%, സെക്കൻഡ് ടാർഗറ്റ് 5% ആണ് ഞാൻ വെച്ചത്. ഇത് ഓൾമോസ്റ്റ് $60 ആയി ചാലഞ്ച് മേടിക്കാൻ. ഇതെങ്ങനെ ബൈ ചെയ്യൂ എന്നുള്ളത് നിങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഈ അക്കൗണ്ട് ബൈ ചെയ്തിട്ടുണ്ട്. ഇതെടുത്തിട്ടിപ്പോൾ ഒരു 2 വീക്സ് ആയിട്ടുണ്ടാവും. 2 വീക്സായി ഞാൻ ഈ 2 സ്റ്റെപ്പ് ചാലഞ്ചുള്ള ഈ 10Kയുടെ അക്കൗണ്ട് എടുത്തിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ അക്കൗണ്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഞാൻ എടുത്തിട്ട് ഇതിൽ ചാലഞ്ചസ് 2 ഫേസ് ചാലഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. ഓൾറെഡി 2 ഫേസിൽ ഞാൻ പാസ്സായി. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത ട്രേഡ്സ്. ഇപ്പം എന്തായാലും ട്രേഡ് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എടുത്ത ട്രേഡ്സ് കാണിച്ചു തരാം. ഞാൻ ഓൾമോസ്റ്റ് 3 ട്രേഡ്സ് എടുത്തിട്ടാണ് ഈ ഈ ഈ ഫസ്റ്റ് 10Kയുടെ ഫസ്റ്റ് ഫേസ് ഞാൻ പാസ്സായത്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ $1000 നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫേസ് പാസ്സാവാൻ പറ്റും. അങ്ങനെ നമ്മൾ 3 കണ്ടിന്യൂസ് ആയിട്ട് 3 ട്രേഡ്സ് എടുത്താലേ നമുക്ക് സെക്കൻഡ് ഫേസിലോട്ടുള്ള ഐഡിയും പാസ്വേഡും, അതായത് അക്കൗണ്ടിൻ്റെ ഐഡിയും പാസ്വേഡും നമുക്ക് ഫണ്ടിങ് പിപ്സ് തരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ 3 ട്രേഡ്സ് എടുത്തു. സെക്കൻഡ് ഡേ ഓൾമോസ്റ്റ് ഞാൻ ടാർഗറ്റ് അച്ചീവ് ആയിരുന്നു. പിന്നെ തേർഡ് ഡേ നമ്മൾ ട്രേഡ് എടുത്തേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തേർഡ് ഡേ ഒരു ട്രേഡ് എടുത്തു. അത് ലോസിലായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. എന്നാലും $1070 കൊണ്ട് നമ്മൾ പ്രോഫിറ്റ് അച്ചീവായി. അങ്ങനെ സെക്കൻഡ് ഡേ നമുക്ക് സെക്കൻഡ് ഫേസിൻ്റെ ഐഡിയും പാസ്വേഡും തന്നു. നമ്മളതിൽ കയറി. നമ്മളെടുത്ത ട്രേഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. 3 ട്രേഡ്സ് എടുത്തു. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രേഡിൽ തന്നെ ഞാൻ ടാർഗറ്റ് എന്തായാലും അച്ചീവ് ആയിരുന്നു. പിന്നെ 2 ട്രേഡ്സ് ഫോർ ദി സേക്ക് ഓഫ് നമ്മൾ എടുക്കേണ്ടതുകൊണ്ട് നമ്മൾ 2 ട്രേഡ്സും എടുത്തു. ഓൾമോസ്റ്റ് ഞാൻ എടുത്തേക്കുന്ന ലോട്ട് എന്ന് പറയുന്നത് കാണിച്ചു തരാം. ലോഡ് ഔട്ട്. ഓക്കെ, ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ലോട്ട്. ഞാൻ യൂഷ്വലി അല്ല, ഞാൻ പൊതുവേ ഗോൾഡിലാണ് ട്രേഡ് ചെയ്യാറ്. XAU USDയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ്കോയിനും ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഗോൾഡ് എന്തോ താല്പര്യം, പൊതുവെ ഇച്ചിരി കുറച്ച് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഗോൾഡിലാണ് ചെയ്യുന്നത്. ബിറ്റ്കോയിനിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷെ ഇപ്പം എന്തോ ഗോൾഡിലാണ് ഈ അക്കൗണ്ട് ഞാൻ പാസ്സായത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 ചലഞ്ചസ് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ KYC ഉണ്ടാവും, ഫണ്ടിങ് പിപ്സിൻ്റെ KYC ഉണ്ടാവും. അത് കഴിഞ്ഞൊരു 2 ഡേയ്സ് ഓൺ ബോർഡിങ് കഴിഞ്ഞാൽ നമുക്കൊരു 3 to 4 ഡേയ്സിനുള്ളിൽ നമുക്ക് മാസ്റ്റർ അക്കൗണ്ട് തരും. മെയിൽ വഴിയായിരിക്കും ഐഡിയും പാസ്വേഡും തരുന്നത്. മാസ്റ്റർ അക്കൗണ്ടിൽ ഞാൻ ഇപ്പോൾ കയറിയായിരുന്നു. ഇപ്പോഴല്ല, യെസ്റ്റർഡേ, കഴിഞ്ഞ ദിവസം കയറിയായിരുന്നു. ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സെയിം ആസ് യൂഷ്വൽ XAUSDയിലാണ് എടുത്തത്. ഗോൾഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലൊരു $1.60 ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണാം. ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളതിൽ. പിന്നെ ഈ കാണുന്ന ട്രേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ പഞ്ച് ചെയ്തപ്പോൾ ലോട്ട് സൈസ് മാറിപ്പോയി. ഞാൻ യൂഷ്വലി 1.1 or 0.2 ലോട്ട് സൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് മാറിപ്പോയതുകൊണ്ട് നിങ്ങൾ ഈ ട്രേഡ് കൂട്ടേണ്ട കാര്യമില്ല. ഇതായിരുന്നു എൻ്റെ ട്രേഡ്. ഇതിൽ ഞാൻ ലോസ് ബുക്ക് ചെയ്തു. ഓൾമോസ്റ്റ് 1.3യുടെ നമ്മുടെ ഓവറോൾ ക്യാപിറ്റലിൻ്റെ 1.3 ആണ് എൻ്റെ ലോസ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. നമുക്ക് സെയിം റൂൾസ് തന്നെയാണ് ഫണ്ടിങ് ടിപ്സിൽ. ഇതുപോലെ തന്നെ സെയിം റൂൾസ് ആണ്. നമുക്ക് മാക്സിമം ലോസ് ആയിട്ട് ഒരു ഡേയിൽ 10% ആണ്. ഒരു ഡേയിലല്ല, മാക്സിമം ലോസ് ഓവറോൾ അക്കൗണ്ടിൻ്റെ മാക്സിമം ലോസ് 10% ആണ് മാസ്റ്ററിലും വരുന്നത്. ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ 5% ആണ്. ഡെയിലി ലോസ് 5% ബ്രീച്ച് ചെയ്താൽ നമുക്ക് അന്നത്തെ ട്രേഡ് നിർത്തേണ്ടി വരും. ഓവറോൾ 10% ആണ് ബ്രീച്ച് ആവുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകും. അപ്പോൾ ഇവിടെ നമുക്കിനി ഡെയിലി ലോസ് എന്ന് പറയുന്നത് 493 ആണ്. അതായിരിക്കും നമ്മുടെ ഓവറോൾ അക്കൗണ്ടിൻ്റെ 5% എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നിലവിൽ ബാലൻസ് എന്ന് പറയുന്നത് 9871 ആണ്. 10Kയുടെ അക്കൗണ്ടിൽ നിന്നും ഈ 9871ൽ നിന്ന് -5% ആയിരിക്കും ഇനിയുള്ള ലോസ് നമുക്ക് കൂട്ടാൻ പോകുന്നത്. സോ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഈ കാണുന്ന റിമൈനിങ് ബാലൻസിൻ്റെ 10% ആയിരിക്കും. നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കരുത്. 10Kയുടെ 10% അല്ല, റിമൈനിങ് ബാലൻസിൻ്റെ 10% ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇതെൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കർവാണ്, ഞാൻ എടുത്ത ട്രേഡിൻ്റെ. ഇനി അങ്ങോട്ടുണ്ടാവും. സോ
ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ട്രേഡ്. ഇനിയും പറ്റുന്ന വിധം ഞാൻ ഇനി അങ്ങോട്ട് ട്രേഡ്സ് എടുക്കുന്നത് വീക്കിലി ഒരു 2 or 3 ട്രേഡ്സ് ഉണ്ടാവും മിക്കവാറും. സോ എടുക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.